നമസ്കാരം. ബി.ജെ.പിയുടെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബി.ജെ.പിയുടെ ഏറ്റവും ശ്രദ്ധേയരായിട്ടുള്ള നേതാക്കന്മാർ രണ്ടാം ഘട്ട പട്ടികയിലും ഉൾപ്പെട്ടിട്ടുണ്ട്. മാർച്ച് 15-ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ബി.ജെ.പിയുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക മാർച്ച് 16-ന് പ്രഖ്യാപിച്ചു. 47 പേരടങ്ങുന്ന സ്ഥാനാർത്ഥി പട്ടിക മാർച്ച് 16-ന് പ്രഖ്യാപിച്ചതിന് ശേഷം ഇതാ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക കൂടി പുറത്തിറങ്ങിയിരിക്കുകയാണ്. 39 പേരുടെ സ്ഥാനാർത്ഥി പട്ടികയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അശ്വിനി ML ആണ് ഈ സ്ഥാനാർത്ഥി പട്ടിക ആരംഭിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടും ആറന്മുളയിൽ ബി.ജെ.പിയുടെ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരിൽ ഒരാളായ മിസോറാം ഗവർണറായിരുന്ന കുമ്മനം രാജശേഖരൻ മത്സരിക്കുന്നത് ആറന്മുളയിലാണ്. അതോടൊപ്പം തന്നെ ബി.ജെ.പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഗുരുവായൂരിൽ മത്സരിക്കുന്നു. ബി.ജെ.പിയുടെ ചാനൽ ചർച്ചകളിലൊക്കെ ബി.ജെ.പിയുടെ മുഖമായിട്ടുള്ള ബി ഗോപാലകൃഷ്ണൻ ഗുരുവായൂരിലാണ് മത്സരിക്കുന്നത്. അതോടൊപ്പം ചങ്ങനാശ്ശേരിയിൽ ബി രാധാകൃഷ്ണ മേനോൻ, ബി.ജെ.പിയുടെ മറ്റൊരു വക്താവായ ബി രാധാകൃഷ്ണൻ മത്സരിക്കുന്നത് ചങ്ങനാശ്ശേരിയിൽ മത്സരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ട് മുൻ സൂചിപ്പിച്ചതുപോലെ അശ്വിനി ML, കാസർഗോഡിലെ ജില്ലാ അധ്യക്ഷനും നേരത്തെ കാസർഗോഡ് മത്സരിച്ച് വലിയ രീതിയിൽ വോട്ട് വീതം വർദ്ധിപ്പിച്ചിട്ടുള്ള അശ്വിനി ML ഇതാ വീണ്ടും ഇക്കുറി കാസർഗോഡ് മത്സരിക്കുകയാണ്. അതോടൊപ്പം തന്നെ എറണാകുളത്ത് ശിവശങ്കർ, ബി.ജെ.പിയുടെ ചാനൽ ചർച്ചയിലെ മറ്റൊരു മുഖമായിട്ടുള്ള ശിവശങ്കർ മത്സരിക്കുന്നത് എറണാകുളത്താണ്. ആലപ്പുഴയിൽ പാർട്ടി കോൺഗ്രസിൽ നിന്ന് ബി.ജെ.പിയിലേക്ക് എത്തിയ MJ ജോബ് ആലപ്പുഴയിൽ മത്സരിക്കുകയാണ്. ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പട്ടിക 39 പേരിലൂടെ പോയാൽ കാസർഗോഡ് അശ്വിനി ML മത്സരിക്കുന്നു. കല്യാശ്ശേരിയിൽ ശ്രീ AV സനൽകുമാർ മത്സരിക്കുന്നു. തളിപ്പറമ്പിൽ N ഹരിദാസാണ് മത്സരിക്കുന്നത്. ധർമ്മടത്ത് K രഞ്ജിത്ത് മത്സരിക്കുന്നു. തലശ്ശേരിയിൽ ശ്രീ O നിധീഷ് മത്സരിക്കുകയാണ്. ABPയുടെ അഖില ഭാരതീയ തലത്തിൽ സംഘടനാ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ O നിധീഷ് മത്സരിക്കുന്നത് തലശ്ശേരിയിലാണ്. കൂത്തുപറമ്പിൽ അഡ്വക്കേറ്റ് ഷിജി ലാൽ മത്സരിക്കുന്നു. മട്ടന്നൂരിൽ ബിജു ഇളക്കുഴി മത്സരിക്കുകയാണ്. കൽപ്പറ്റയിൽ പ്രശാന്ത് മലവയിൽ മത്സരിക്കുന്നു. കൊണ്ടോട്ടിയിൽ P സുബ്രഹ്മണ്യൻ മത്സരിക്കുകയാണ്. ഏറനാട് അഡ്വക്കേറ്റ് N ശ്രീപ്രകാശാണ്. മഞ്ചേരിയിൽ പത്മശ്രീ M മത്സരിക്കുന്നു. പെരിന്തൽമണ്ണയിൽ അഡ്വക്കേറ്റ് KP ബാബുരാജ് മത്സരിക്കുന്നു. മങ്കടയിൽ ലിജോയ് പോൾ മത്സരിക്കുന്നു. മലപ്പുറത്ത് അശ്വതി ഗുപ്തകുമാർ മത്സരിക്കുന്നു. വേങ്ങരയിൽ ജയകൃഷ്ണൻ VN മത്സരിക്കുന്നു. വള്ളിക്കുന്നിൽ M പ്രേമൻ മാസ്റ്റർ മത്സരിക്കുകയാണ്. തിരൂരങ്ങാടിയിൽ റിജു C രാഘവാണ് മത്സരിക്കുന്നത്. താനൂരിൽ ശ്രീമതി ദീപ പുഴക്കലാണ് മത്സരിക്കുന്നത്. തവനൂരിൽ ശ്രീ രവി തേലത്ത് മത്സരിക്കുന്നു. തിരൂരിൽ ശ്രീ K നാരായണൻ മാസ്റ്ററാണ് മത്സരിക്കുന്നത്. തൃത്താലയിൽ V ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ മത്സരിക്കുന്നു. പട്ടാമ്പിയിൽ അഡ്വക്കേറ്റ് P മനോജാണ് മത്സരിക്കുന്നത്. കോങ്ങാട് രേണു സുരേഷ് മത്സരിക്കുന്നു. തരൂർ സുരേഷ് ബാബു മത്സരിക്കുകയാണ്. ചിറ്റൂരിൽ പ്രാണേഷ് രാജേന്ദ്രൻ, ആലത്തൂരിൽ KV പ്രസന്നകുമാർ, ഗുരുവായൂരിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബി.ജെ.പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ബി ഗോപാലകൃഷ്ണനാണ് മത്സരിക്കുന്നത്. വടക്കാഞ്ചേരിയിൽ മറ്റൊരു ബി.ജെ.പിയുടെ ചാനൽ ചർച്ചകളുടെ മുഖമായിട്ടുള്ള അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു മത്സരിക്കുകയാണ്. ഒല്ലൂരിൽ ബിജോയ് തോമസ് ആണ്. നാട്ടികയിൽ CC മുകുന്ദനാണ് മത്സരിക്കുന്നത്. പുതുക്കാട് A നാഗേഷ്, ആലുവയിൽ MA ബ്രഹ്മരാജാണ് മത്സരിക്കുന്നത്. പറവൂരിൽ വത്സല പ്രസന്നകുമാർ, എറണാകുളത്ത് PR ശിവശങ്കർ, ചങ്ങനാശ്ശേരിയിൽ B രാധാകൃഷ്ണ മേനോൻ, ആലപ്പുഴയിൽ MJ ജോബ്, ആറന്മുളയിൽ കുമ്മനം രാജശേഖരൻ, കുണ്ടറയിൽ ബിഗ് ബോസ് താരമായിട്ടുള്ള ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനാണ് മത്സരിക്കുന്നത്. കൊല്ലത്ത് ഡോക്ടർ N പ്രതാപ് കുമാറാണ് മത്സരിക്കുന്നത്. ഇങ്ങനെ ബി.ജെ.പിയുടെ 39 അംഗ സ്ഥാനാർത്ഥി പട്ടികയാണ് 39 അംഗ സ്ഥാനാർത്ഥി പട്ടികയാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള A+ മണ്ഡലമായിട്ടുള്ള ആറന്മുളയിൽ ഇക്കുറി മത്സരത്തിന് ഇറങ്ങുന്നത് കുമ്മനം രാജശേഖരനാണ്. കുമ്മനം രാജശേഖരനെ പേരെടുത്ത് പറയേണ്ട തന്നെ കാര്യമില്ല. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കേരളത്തിൻ്റെ സാംസ്കാരിക ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ പറ്റാത്ത മുഖമാണ് ശ്രീ കുമ്മനം രാജശേഖരൻ. മിസോറാം ഗവർണറായിട്ടുള്ള കുമ്മനം രാജശേഖരൻ ബി.ജെ.പി ലാളിത്യത്തിൻ്റെ, രാഷ്ട്രീയ ലാളിത്യത്തിൻ്റെ മുഖമായിട്ടുള്ള ശ്രീ കുമ്മനം രാജശേഖരൻ മത്സരിക്കുന്നത് ആറന്മുളയിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഇന്നലെ കൂടിയ ബി.ജെ.പിയുടെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി അംഗീകരിച്ച 39 പേരുടെ സ്ഥാനാർത്ഥി പട്ടികയാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. അതിൽ കേരളത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറും മുതിർന്ന നേതാക്കളായിട്ടുള്ള കുമ്മനം രാജശേഖരനും സദാനന്ദൻ മാസ്റ്ററും ഒക്കെ പങ്കെടുത്തിരുന്നു. അവർ അംഗീകരിച്ച 39 അംഗ സ്ഥാനാർത്ഥി പട്ടികയാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്.
സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.